യെസ് ഗായ്സ്, റെയിൽവേ മല്ലു എഞ്ചിനീയർ ഹിയർ. സോ നിങ്ങളിൽ പല ആൾക്കാരും തന്നെ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയുള്ള കോച്ചസ് കണ്ടിട്ടുണ്ടാവും. അതായത് SE കോച്ചസ് അല്ലെങ്കിൽ BE കോച്ചസ്. ഇത് നിങ്ങളിൽ ഒരു ഡൗട്ട് ഉണ്ടാക്കിയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ ഉദ്ദേശിക്കുന്നത് ആ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. സോ വിൽ ജസ്റ്റ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. സോ SE കോച്ചസ് അല്ലെങ്കിൽ BE കോച്ചസ് എന്താണ്? ഇറ്റ്സ് നത്തിങ് ബട്ട് SE എന്ന് പറയുന്നത് സ്ലീപ്പർ എക്സ്ട്രാ എന്നാണ്. അതിനകത്ത് തന്നെ SE1 വരാറുണ്ട്, SE2 വരാറുണ്ട്. അതേപോലെ തന്നെ BE എന്ന് പറയുന്നത് തേർഡ് AC എക്സ്ട്രാ കോച്ചസ് പ്രൊവൈഡ് ആണ്. അതിനകത്തും പറയുന്ന പോലെ തന്നെ BE1 വരാറുണ്ട്, BE2 വരാറുണ്ട്. സോ ഇത് എപ്പോഴാണ് അല്ലെങ്കിൽ ഏത് സമയത്താണ് ഇത് ഒരു ട്രെയിനിൽ വരുന്നത് എന്താണെന്ന് വെച്ചാൽ, തുടക്കത്തിൽ അതായത് ഒറിജിനേറ്റിംഗ് പോയിന്റിൽ ഈ പറയുന്ന പോലെ തന്നെ വെയിറ്റിംഗ് ലിസ്റ്റ് ക്ലിയർ ചെയ്യാൻ, അതായത് പാസഞ്ചറിന്റെ ഡിമാൻഡ് പ്ലസ് അതേപോലെ തന്നെ കോച്ചസിന്റെ അവൈലബിലിറ്റി, ഇത് രണ്ടും കൂടെ മീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാത്രമാണ് ഇതിന് ഒരു ട്രെയിനിന് എക്സ്ട്രാ ഒരു കോച്ചസ് അല്ലെങ്കിൽ എക്സ്ട്രാ തേർഡ് AC അല്ലെങ്കിൽ സ്ലീപ്പർ കോച്ചസ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഇതോടുകൂടി ഡൗട്ട് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. സോ ബൈ.